ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നിരിക്കുന്നത് ഇംപെക്സിന്റെ ഫിയസ്റ്റ എന്ന് പറയുന്ന 55 ഇഞ്ച് 4K QLED TV ആണ്. അപ്പോൾ ഇതിന്റെ അൺബോക്സിംഗിലേക്ക് കടക്കാം. അപ്പോൾ ഈ ബോക്സിൽ എന്തൊക്കെ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഇതിലൊരു എയർ റിമോട്ട്, വാൾ മൗണ്ട്, 2 ഡെസ്ക് മൗണ്ട്, 2 AA സൈസ് ബാറ്ററി, യൂസർ മാനുവൽ, പിന്നെ നമ്മുടെ TV യൂണിറ്റും ഉണ്ട്. ഇനിയിപ്പോൾ ടി വിയുടെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ 3 HDMI ഇൻപുട്ട് ഉണ്ട്. അതിൽ HDMI 2 വരുന്നത് RX സപ്പോർട്ടാണ്, നിങ്ങൾക്ക് ഹോം തിയേറ്ററോ അതുപോലത്തെ ഡിവൈസുകളൊക്കെ കണക്ട് ചെയ്യാൻ. പിന്നെ നമ്മുടെ പഴയ RF പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ ഓഡിയോ ആൻഡ് വീഡിയോ കമ്പോണൻറ്റ് പോർട്ട്സും നൽകിയിട്ടുണ്ട്. ഇനി ഈ ഒരു ടി വിയിലെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ 55 ഇഞ്ചിൻ്റെ UHD 4K റെസൊല്യൂഷനുള്ള HDR സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു വലിയ പാനൽ തന്നെയാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ അത്യാവശ്യം വളരെ ഷാർപ്പായിട്ട് നല്ല ക്ലിയർ ആയിട്ട് പിക്ചേഴ്സൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു കളർ റീപ്രൊഡക്ഷനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വൈബ്രൻ്റ് ആണെന്ന് പറയാം. ഈ ടി വി നമ്മൾ അൺബോക്സ് ചെയ്ത് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള വിഷ്വൽസാണ് നമ്മളിതിൽ കണ്ടത്. അപ്പോൾ ചില ആളുകൾക്ക് ഈ ഒരുപാട് കളറൊന്നും ചാടി നിൽക്കുന്നത് ഇഷ്ടമില്ല. അങ്ങനെയുള്ളവർക്ക് അത് കസ്റ്റമൈസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ന്യൂട്രൽ ലുക്കിലേക്കൊക്കെ കൊണ്ടുവരാൻ പറ്റും. പക്ഷെ മജോറിറ്റി ആൾക്കാരും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു കളർ റീപ്രൊഡക്ഷനാണ് ഈ ടി വി നമുക്ക് നൽകുന്നത്. ഈ ടി വിയുടെ പാനലിനെ പറ്റി പറയുകയാണെങ്കിൽ 0 ബ്രൈറ്റ് ഡോട്ട് LED പാനലാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ഇത്രയും വലിയൊരു ഡിസ്പ്ലേയും അതുപോലെ ഒരു 4K റെസൊല്യൂഷൻ സപ്പോർട്ടും കൂടെ വരുമ്പോഴത്തേക്ക് നമുക്ക് നല്ല അത്യാവശ്യം ഷാർപ്പായിട്ടുള്ള ഗെയിം പ്ലേ ഒക്കെ ഇതിൽ ഈസി ആയിട്ട് സാധിക്കുന്നുണ്ട്. വളരെ ഇമ്മേഴ്സീവ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നൽകുന്നുണ്ടെന്ന് തന്നെ പറയാം. 178 ഡിഗ്രിയാണ് ഇതിൻ്റെ വ്യൂയിങ് ആംഗിൾ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഹോളിലൊക്കെ യൂസ് ചെയ്താൽ പോലും സൈഡിൽ നിന്നൊക്കെ നോക്കിയാലും അത്യാവശ്യം നല്ല വൃത്തിക്ക് തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇതിലൊരു 20 വാട്ട്സിൻ്റെ സ്പീക്കർ ഔട്ട്പുട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ഡോൾബി ഡിജിറ്റൽ സപ്പോർട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല കിടിലൻ ക്വാളിറ്റിയിലൊക്കെ സൗണ്ട് എൻജോയ് ചെയ്യാൻ സാധിക്കും. ഇനി ഈ ടി വിയുടെ ഒരു സ്പീക്കർ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ലൗഡാണെന്ന് പറയാം. നമുക്ക് മാർക്കറ്റിലുള്ള മറ്റ് ടി വികളൊക്കെ ആയിട്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ഡീസൻറ്റ് പെർഫോമൻസ് തന്നെ ഈ ഒരു ടി വി കാഴ്ചവെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റുഡിയോ റൂമിൽ നല്ലപോലെ ഫിൽ ചെയ്യുന്ന പോലത്തെ ഓഡിയോ ലെവലാണ് നമുക്ക് ഇതിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്. ഇനി ഈ ടി വിയിൽ കണ്ട ഒരു സ്പെഷ്യൽ ഫീച്ചർ എന്ന് തോന്നിയത് നമുക്ക് ഒരേ സമയം 2 ഓഡിയോ ഔട്ട്പുട്ട്സ് എടുക്കുക എന്നുള്ളതാണ്. അതായത് ടി വിയിലും ഓഡിയോ കേൾക്കാം, അതേസമയം HDMI ആർക്കിലോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ബ്ലൂടൂത്തിലോ നമുക്ക് ഔട്ട്പുട്ട് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവർ നൽകിയിട്ടുണ്ട്. അപ്പോൾ നോർമൽ ആളുകൾക്ക് വീട്ടിലെ നോർമൽ ടി വിയുടെ സ്പീക്കറിൽ നിന്നുള്ള ഓഡിയോ ലെവലിൽ നിന്ന് കേൾക്കാം. അതുകൂടാതെ കേൾവി കുറവുള്ളവർക്കൊക്കെ ഹെഡ്ഫോൺസ് വെച്ചിട്ട് ഓഡിയോ ക്ലോസ് ആയിട്ട് ചെവിക്ക് അടുത്തു നിന്ന് തന്നെ കേൾക്കാൻ സാധിക്കും. അപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചറായിട്ടാണ് ഫീൽ ചെയ്തത്. ഈ ഒരു ടി വിയിൽ 1.5 GHz ക്വാഡ് കോർ പ്രോസസ്സറാണ് ഇതിനെ പവർ ചെയ്യുന്നത്. ഡ്യുവൽ കോർ മാലി 470 GPU ആണ് വരുന്നത്. അതുകൂടാതെ 1.5 GB റാമുമാണ് ഈ ഒരു പ്രോഡക്റ്റിന് നൽകിയിരിക്കുന്നത്. പിന്നെ 8 GB ഇന്റേണൽ സ്റ്റോറേജ് നൽകുന്നുണ്ട്. അതിലേക്കാണ് നമുക്ക് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസും ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ഒരു ടി വിയെ പവർ ചെയ്യുന്നത് WebOS ആണ്. നമ്മൾ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേജർ പ്ലേയേഴ്സ് എന്ന് പറയാനായിട്ട് ഒന്ന് WebOSഉം അതുപോലെ Android OSഉം പിന്നെ Tizen OSഉം ഒക്കെയാണ്. അപ്പോൾ ഇതിൽ WebOSനെ എപ്പോഴും വേറിട്ട് നിർത്തുന്ന കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അത് അതിൻ്റെ കൺട്രോൾസിലും കാര്യങ്ങളിലും കൊണ്ടുവന്നിട്ടുള്ള എയർ കേഴ്സർ എന്നുള്ളൊരു ഫീച്ചർ തന്നെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ടത്. ഇപ്പോൾ നമുക്ക് പ്രായമായവരൊക്കെ സ്മാർട്ട് TV ഉപയോഗിക്കാൻ നോക്കുമ്പോൾ ഒരുപാട് നാവിഗേറ്റ് ചെയ്ത് താഴോട്ട് വരേണ്ട പേജുകളോ അല്ലെങ്കിൽ നമ്മൾ കീബോർഡ് ടൈപ്പ് ചെയ്യുമ്പോഴോ അങ്ങനെയുള്ള പരിപാടികളൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ആൻഡ്രോയിഡ് ടി വിയിൽ നല്ല മെനക്കെട്ടാണ് നമ്മളത് യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ WebOS അതിന് നേരെ വിപരീതമാണ്. പക്ഷേ നമുക്ക് ആ ഒരു എയർ കഴ്സർ എന്നുള്ള ആ ഒരു എയർ റിമോട്ട് എന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് എയറിൽ മൂവ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ മൗസ് പോയിൻ്റർ മൂവ് ചെയ്ത് വേണ്ട സ്ഥലത്തൊക്കെ പോയിട്ട് ഡയറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ അത് വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. നമുക്കിപ്പോൾ സ്ഥിരമായിട്ട് WebOS യൂസ് ചെയ്യുന്നവർക്ക് അറിയാം, അത് യൂസ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ വേറൊരു OSലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് തീരെ ഇഷ്ടപ്പെടാനുള്ള സാധ്യതയില്ല. അപ്പോൾ ഈ ഒരു WebOSൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ്ഫ്ലിക്സ്, യൂട്യൂബ്, പ്രൈം, ആപ്പിൾ TV, അതുപോലെ Disney+, ഹോട്ട്സ്റ്റാർ, ZEE5, ജിയോ സിനിമ അങ്ങനെ എല്ലാ പ്ലാറ്റ്ഫോമുകളും പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടാണ് വരുന്നത്. അതുകൂടാതെ നമുക്ക് നേരെ സ്റ്റോറിലേക്ക് പോയിട്ട് വേണ്ട സാധനങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. അപ്പോൾ ഈ സ്റ്റോർ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ അത്യാവശ്യം ഒരുപാട് കളക്ഷൻ ഉണ്ട്, ഒരുപാട് ആപ്പുകളുണ്ട്. അപ്പോൾ നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാനൊക്കെ സാധിക്കും. ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞ എയർ റിമോട്ട് ഫീച്ചർ, അതായത് നമുക്ക് നോർമലി റിമോട്ടിൽ ഇങ്ങനെ സൈഡും അപ്പും ഒക്കെ ഞെക്കിയിട്ട് ഇതുപോലെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ക്രോൾ വീലാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ക്രോൾ വീല് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതുണ്ടോ ഒരു എയർ കേഴ്സർ വരും. ഇതിപ്പോൾ നമ്മൾ സൈസൊക്കെ കസ്റ്റമൈസ് ചെയ്ത് തീരെ ചെറുതാക്കിയിട്ടേക്കുന്നതാണ്. ഇത് അത്യാവശ്യം മീഡിയം സൈസിലാണ് നോർമലി വരുന്നത്. അതുകൂടാതെ നമുക്ക് ലാർജ് സൈസിലേക്കും കൺവേർട്ട് ചെയ്യാം. അപ്പോൾ പ്രായമായവർക്കൊക്കെ ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. അതുപോലെ ഇതിൻ്റെ ഒരു പെർഫോമൻസ്, എത്ര സ്പീഡിൽ മൂവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളും എല്ലാം നമുക്കിതിൽ കസ്റ്റമൈസ് ചെയ്യാം. അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണ്.
അതുപോലെ തന്നെ റിമോട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഹോൾഡ് ചെയ്യാനൊക്കെ വളരെ കംഫർട്ടബിൾ ആണ്. പിന്നെ മേജർ കീസൊക്കെ ആയിട്ട് പവർ ബട്ടണൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു പ്രൊജക്ഷൻ പോലെയാണ് നിൽക്കുന്നത്. അതുകൂടാതെ സെറ്റ് ഓഫ് ബോക്സോ അല്ലെങ്കിൽ നമ്മുടെ മീഡിയ പ്ലെയറോ അങ്ങനെ എന്തെങ്കിലും ഡിവൈസ് ഉണ്ടെങ്കിൽ അതും കസ്റ്റമായിട്ട് നമുക്ക് ഇതുവഴി കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇതിൽ ഒരു മൈക്കിൻ്റെ പോർട്ട് നൽകിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അസിസ്റ്റൻറ്റിനോട് സംസാരിക്കാനുള്ള ഫീച്ചർ നൽകിയിട്ടുണ്ട്. ഈ ഒരു റിമോട്ടിൽ ഇവിടെ ഒരു മൈക്ക് ബട്ടൺ ഉണ്ട്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അസിസ്റ്റൻറ്റിനെ ആക്സസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് യൂട്യൂബ് ഓപ്പൺ ചെയ്യാൻ പറയാം. ഓപ്പൺ യൂട്യൂബ്. കണ്ടോ, വളരെ ഇൻസ്റ്റൻ്റ് ആണ് കേട്ടോ. 1.5 GB റാമേ ഉള്ളൂ എങ്കിൽ പോലും നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്ത ആപ്സ് മുമ്പേ ഒന്ന് യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ലോഡായി വരുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഹാർഡ്വെയർ ലിമിറ്റേഷനെ പുഷ് ചെയ്യുന്നുണ്ടെന്ന് വേണേൽ പറയാം. നമ്മുടെ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണെങ്കിൽ ഈ ഒരു 1.5 GB എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ലാഗി ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും. ഇത് അതിനെ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ബെറ്റർ പെർഫോമൻസ് ആണ് നൽകുന്നത്. പിന്നെ ലാഗിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ എസ്പെഷ്യലി എടുത്തു പറയേണ്ട ഒരു കാര്യം ബൂട്ട് ടൈമാണ്. നമ്മുടെ ആൻഡ്രോയിഡ് ടി വികളിൽ ഒരു നോർമൽ സ്പെക്കിൽ ഓടുന്ന ഒരു ടി വി ഓണായി വരാൻ ഏറ്റവും കുറഞ്ഞത് ഒരു 20-25 സെക്കൻഡ് വരെ എടുക്കും. അപ്പം ഈ ഒരു വെബ് OSലെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പവർ ഓഫായി പോയി പവർ റീസ്റ്റോർ ചെയ്ത് പുതുതായിട്ട് വരുമ്പോഴാണെങ്കിൽ പോലും നമ്മൾ ഈ ഒരു പവർ ബട്ടൺ ഞെക്കുമ്പോഴേ ഇത് സോഴ്സ് ഇൻപുട്ടിലേക്ക്, അതായത് നമ്മുടെ HDMI ലാസ്റ്റ് യൂസ് ചെയ്ത ഇൻപുട്ട് ഏതാണോ അതിലേക്ക് തന്നെ സ്വിച്ച് ആവും. അപ്പോൾ അതിൽ വലിയ താമസം ഒന്നുമില്ല, ഇൻസ്റ്റൻ്റ് ആണ്. അത് കഴിഞ്ഞ് നമ്മൾ ഹോം പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോം പേജ് ഡിസ്പ്ലേ ചെയ്ത് വരാനുള്ള ഒരു ചെറിയൊരു താമസം എടുക്കും, ആ ബൂട്ട് ടൈം ഉള്ളതുകൊണ്ട്. അപ്പോൾ അതെല്ലാം ബാക്ക്ഗ്രൗണ്ടിലാണ് നടക്കുന്നത്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നമുക്കിപ്പം ചില ആളുകൾക്ക് അത് ഭയങ്കര ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഈ ആൻഡ്രോയിഡ് ലാഗ് അടിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ കണ്ടും പൂട്ടി മേടിക്കാൻ പറ്റുന്നൊരു സംഭവമാണിത്. അപ്പോൾ ഒരു 40,000 രൂപയിൽ താഴെ ബഡ്ജറ്റിൽ അത്യാവശ്യം വലുപ്പമുള്ള നല്ല പെർഫോമൻസ് ഉള്ള ഒരു സ്മാർട്ട് TV ആണ് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു TV. അപ്പോൾ വീഡിയോ കാണാനും എൻ്റർടൈൻമെൻറ്റിനും അതുപോലെ തന്നെ ഗെയിമിങ്ങിനും എല്ലാം ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഈ പ്രോഡക്റ്റിൽ എന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യമുണ്ട്, ഇംപെക്സ് നൽകുന്ന വാറൻറ്റിയാണ്. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പാനലിനും അതുപോലെ ബോർഡിനും എല്ലാം ഇംപെക്സ് 4 വർഷം വാറൻറ്റിയാണ് തരുന്നത്. നമ്മൾ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ മാക്സിമം 2 ഇയർ വാറൻറ്റിയൊക്കെയാണ് ടി വികൾക്ക് ലഭിക്കാറ്. സാധാരണ 1 വർഷം വാറൻറ്റി പ്ലസ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് നമ്മൾ TV പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 4 വർഷത്തെ വാറൻറ്റിയാണ് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സമാധാനമായിട്ട് കുറേ നാൾ ഈ ഒരു TV യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റുഡിയോയിലും ഒരു ഫുൾ HD ഇംപെക്സിൻ്റെ TV ആണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഫേസ് ചെയ്തിട്ടില്ല. ഈ ഇംപെക്സ് TVയെ വ്യത്യസ്തമാക്കുന്ന കാര്യം എന്താണെന്നറിയോ? ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണെന്നുള്ളതാണ്. മെയ്ഡ് ഇൻ ഇന്ത്യ എന്നൊക്കെ പറയുമ്പോൾ പോലും നമ്മുടെ എറണാകുളത്തു നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് ഇത്. നമ്മൾ നേരത്തെ ഒരു TV എടുക്കാൻ ഇംപെക്സിൻ്റെ വെയർ ഹൗസിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഇംപെക്സിൻ്റെ ക്വാളിറ്റിയിൽ ഞാൻ പേഴ്സണലി സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇംപെക്സ് TV യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് മറ്റ് വ്യൂവേഴ്സിലേക്കും കൂടെ ഷെയർ ചെയ്തെത്തിക്കാം. മലയാളം ടെക്കിൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനിയും ഇതുപോലെ മറ്റൊരു ടെക്നോളജി വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. ഗുഡ് ബൈ.